ശാന്തി. ഇന്ന് ഞാൻ വളരെ വിചിത്രമായിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാനത് ഒരു ആർട്ടിക്കിൾ വായിച്ചതായിരുന്നു. ആദ്യം വായിച്ച ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം നിരീക്ഷിച്ചു. നമ്മുടെ ചുറ്റുപാടുള്ള എൻ്റെ ബന്ധത്തിലുള്ള ഞാനുമായിട്ട് അടുത്തറിയുന്ന അങ്ങനെയുള്ള പല ആളുകളിലും ഞാൻ നിരീക്ഷിച്ച ശേഷം എനിക്ക് ഇത് വളരെയധികം സത്യമാണ് എന്ന് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങളടുത്ത് ഈ ഇൻഫർമേഷൻ ഞാൻ തരണമെന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഏതൊരു കർമ്മത്തിനും തുല്യവും വിപരീതവുമായിരിക്കുന്ന പ്രതിപ്രവർത്തനം ഉണ്ടാവുമെന്ന്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾക്ക് ആധാരം. അത് പല രീതികളിലും ഉണ്ടാവാറുണ്ട്. ഞാൻ മുന്നൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കും. മനുഷ്യന്മാർ വല നെയ്തുകൊണ്ട് മീനിനെ പിടിച്ച് കൊല്ലുന്ന സമയത്ത് ജീവിതത്തിൽ സാഹചര്യങ്ങളാകുന്ന വലയിൽ കുരുങ്ങിക്കൊണ്ട് കഷ്ടപ്പെടാനുള്ളൊരു കർമ്മക്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നൊക്കെ. ഇത് ഞാൻ പഠിച്ച സമയത്ത് അതിൽ കുറേയും കൂടെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ശരീരത്തിൽ രോഗങ്ങളായിക്കൊണ്ട് എങ്ങനെ വരുന്നു എന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിത് വായിച്ചിട്ട് പഠിച്ചിട്ട് മാസങ്ങളായി. അത് ഞാൻ പല സമയമായിട്ട് പലയിടത്തും പല ആളുകളും വ്യക്തികളും ഇതിനെക്കുറിച്ച് നിരീക്ഷിച്ചു പഠിച്ചു. അപ്പോൾ എനിക്കിത് റിയാലിറ്റിയാണെന്ന് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിൽ ഒന്നാമത്തെ കാരണം, ഇന്നത്തെ ലോകത്ത് നോക്കിയാൽ ഒരുപാട് പേർക്ക് ശ്വാസം മുട്ടുന്നതായിട്ടുള്ള രോഗം വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ലങ്സിൽ കഫം വരിക, ശ്വാസം മുട്ട് വരിക, പല കാരണങ്ങളുണ്ട് അതിന്. പലരും പറയുന്നുണ്ട് വെള്ളത്തിൻ്റെയാണ്, വായുവിൻ്റെയാണ്, പൊടിയിൻ്റെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. എന്നിട്ട് ഇതേ വായുവിലും ഇതേ വെള്ളത്തിലും ഇതേ സാഹചര്യത്തിലും ജീവിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ലല്ലോ. എന്തുകൊണ്ട് ചില ആളുകൾക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു? എൻ്റെ അമ്മ പറഞ്ഞൊരു ഭാഷ ഞാൻ ഓർമ്മിക്കും, ചേറ് പൊടിയാവുമ്പോഴും പൊടി ചേറാവുമ്പോഴും എന്ന് വെച്ചാൽ മഴക്കാലമൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഉണങ്ങാൻ തുടങ്ങി കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോഴത്തെ ഈ സീസണിൽ നവംബർ ഡിസംബർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പൊടിയായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം തന്നെ ജൂൺ ആരംഭത്തോട് കൂടിയിട്ട് മഴ വന്ന് വെള്ളമൊക്കെ നനയാൻ തുടങ്ങുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് ഇങ്ങനെ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും തുടങ്ങും, ചൂടായ ചൂട് കൊണ്ട് വയ്യാണ്ടായി, തണുപ്പായ തണുപ്പ് കൊണ്ട് വയ്യാണ്ടായി, പൊടിയായ പൊടി കൊണ്ട് വയ്യാണ്ടായി, അതല്ലെങ്കിൽ വെള്ളം കൊണ്ട് വയ്യാതെയായി. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം അവരുടെ ശ്വസനേന്ദ്രിയ വ്യൂഹത്തിൽ തകരാറുണ്ടാവാൻ സംഭവിക്കുകയും അവർ അധിക സമയവും ശ്വാസം മുട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള കഫത്തിൻ്റെ പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാം. ഈവൻ കൊച്ചു മക്കൾ മുതൽ വയസ്സന്മാർ വരെയുള്ള എല്ലാ കാറ്റഗറിയും അതിൽ വരുന്നുണ്ടായിരിക്കും. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയോ? നമുക്ക് ഇന്നത്തെ ആധുനിക ലോകത്ത് ഈ രോഗം എന്തുകൊണ്ട് ഇത്രയധികം കൂടിയിരിക്കണമെന്നോ? മനുഷ്യന്മാർ അന്യോന്യം സുഖവും ശാന്തിയും കൊടുക്കുന്നതിന് പകരം നമ്മുടെ സ്നേഹം അറ്റാച്ച്മെൻറ്റിലേക്ക് വഴി മാറുമ്പോൾ, നമ്മുടെ ബന്ധങ്ങളിനുള്ളിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു റിലേഷൻ മറ്റൊരാൾക്ക് സുഖം കൊടുക്കുന്നതിന് പകരം അച്ഛനെ മക്കൾ പേടിക്കുന്നു, ഭർത്താവിനെ ഭാര്യ പേടിക്കുന്നു, ഭാര്യയെ ഭർത്താവ് പേടിക്കുന്നു, അയ്യോ എൻ്റെ ഭാര്യയോട് പറയരുത് ഇക്കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് പറയരുത് ഇക്കാര്യം, ഇങ്ങനെയൊക്കെ വീർപ്പുമുട്ടൽ ബന്ധങ്ങൾ അനുഭവിക്കുന്ന റിലേഷൻ ഒരുപാട് കൂടുതലാണ്. അത് മാത്രമല്ല, ഒരു പവറിലൊരാളാണെങ്കിൽ അവരുടെ താഴെയുള്ള ആൾക്കാരെ മുഴുവൻ അങ്ങ് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നാവിൻ്റെ 2.5 ഇഞ്ച് മാത്രം വലുപ്പമുള്ളതായിരിക്കുന്ന നാവിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി ഈ പാവം ജലജീവിയായിരിക്കുന്ന മീനിനെ ശ്വാസം മുട്ടിച്ച് പിടച്ചു കൊല്ലുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറയും, ഞാൻ കൊല്ലുന്നില്ലല്ലോ, ഞാൻ കഴിക്കുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ കഴിച്ചില്ല എങ്കിൽ ആ കൊന്നതിൻ്റെ പാകം നിങ്ങൾക്ക് വരില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കർമ്മഫലം നിങ്ങൾക്കും ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയാണ് അവർ കൊല്ലുന്നത്. കൊന്നവനും പാപമുണ്ട്, തിന്നവനും പാപമുണ്ട്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നമ്മളുടെ കർമ്മം കൊണ്ട് ആരാണോ മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുന്നത്, ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്, അത് ജീവികളെ ആണെങ്കിലും മനുഷ്യന്മാരെ ഈ രീതിയിൽ ശ്വാസം മുട്ടിച്ചിട്ടാണെങ്കിലും അതിൻ്റെ കർമ്മഫലമാണ് ശ്വാസം മുട്ട് രോഗമായിട്ട് അവരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും പല ആളുകളും അകാരണമായിട്ട് പബ്ലിക് പ്ലേസിൽ അപമാനിക്കപ്പെടുന്നതായിട്ടുള്ള സാഹചര്യം കാണാം. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ഈ ജന്മത്തിലല്ലെങ്കിൽ മുജ്ജന്മത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരോട് വാക്ക് പറഞ്ഞ് വാക്ക് പാലിക്കാതിരിക്കുക, അതല്ലെങ്കിൽ മറ്റൊരു സമ്പത്ത് തട്ടിയെടുക്കുക, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ വാക്ക് തെറ്റിക്കുക, അല്ലെങ്കിൽ തൻ്റെ കർമ്മത്തിൽ ആ ഒരു ശുദ്ധി കാണിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള പാപകർമ്മം ചെയ്യുന്ന ആളുകൾക്കാണ് പബ്ലിക്കായിട്ട് അപമാനിക്കപ്പെടുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ചില ആളുകളുടെ സ്വഭാവമാണ്, പ്രത്യേകിച്ചും വീട്ടുപണിക്കൊക്കെ വേണ്ടി കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന പലരും നമുക്ക് കേൾക്കാമെന്ന്. ഡൽഹിയിലൊക്കെ അവർ പണിക്ക് നിൽക്കുകയാണ്, വീട്ടിൽ ഭാഷ അറിയാത്ത സ്ഥലമാണ്. പക്ഷേ ആ വീട്ടിലെ വീട്ടമ്മയോ അല്ലെങ്കിൽ വീട്ടിലെ ആളുകളോ അവർക്ക് ആവശ്യത്തിനുള്ളതായിരിക്കുന്ന പൈസ കൊടുക്കുന്നുമില്ല, അവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. ശരിക്കും ഒരു ജയിൽ പോലെ അവരെ പീഡിപ്പിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ അടിമയാക്കി വെച്ചാൽ നിർബന്ധമായിട്ടും അവർക്ക് മന്ത് എന്നുള്ളതായിട്ടുള്ള രോഗം,
അവരുടെ കാലെടുത്ത് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അവരെ മൂവ് ചെയ്യാൻ പറ്റാതെ ബന്ധിപ്പിക്കുകയാണല്ലോ, അതിൻ്റെ കർമ്മക്കണക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ കാല് മന്ദരോഗം വന്നുകൊണ്ട് അവർ കഷ്ടപ്പെടേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പലരും പണം പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ചിലർ സെൽഫ് ബാങ്കിങ് ആണെങ്കിൽ പോലും ചെറിയൊരു പലിശ വാങ്ങിച്ചുകൊണ്ട്, ബാങ്കൊക്കെ വാങ്ങുന്ന പോലുള്ള ചെറിയ പലിശ വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കും. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അവരെ പീഡിപ്പിക്കാതെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പലിശയ്ക്ക് പണം കൊടുക്കുക എന്നുള്ളത് എല്ലായിടത്തും വാങ്ങുന്നതിൻ്റെ ഇരട്ടി പലിശ വാങ്ങിക്കും, അവരുടെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കും. ഇങ്ങനെ പോകുന്നതിൻ്റെ അൺലിമിറ്റഡ് ആയിട്ട് പെട്ടെന്ന് പണക്കാരനാവാനുള്ള ഒരു വഴിയായിട്ട് പലരും ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പലിശയ്ക്ക് പണം കൊടുത്ത് ആ പലിശ വാങ്ങി മറ്റുള്ളവരുടെ കണ്ണീരാണ് വാങ്ങുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ മനസ്സ്, അവരുടെ സന്തോഷം ക്ഷയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലങ്സിൽ ക്ഷയം എന്ന രോഗം നിങ്ങളെ പതുക്കെ കാർന്നു തിന്നുകയും ചെയ്യും. അതുകൊണ്ട് പലിശയ്ക്ക് പണം കൊടുത്ത ക്ഷയം എന്ന രോഗം നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്, യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തിൽ. അതേപോലെ തന്നെ വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവിനെ പറ്റിക്കുക, ഭർത്താവ് ഭാര്യയെ പറ്റിക്കുക, ഇങ്ങനെ തൻ്റെ ജീവിതത്തിനുള്ളിൽ വിശ്വാസ്യത പാലിക്കാതിരിക്കുക എന്നുള്ളത് ഇന്ന് ഞാനിതൊന്നും എനിക്ക് പറയാൻ വയ്യ, അങ്ങനെ ഒരുപാട് മോശമായിട്ട് മാറിയിരിക്കുന്നു ലോകത്തെ ജീവിതം. ഇതിനൊന്നൊരു മൂല്യമില്ല എന്നുള്ള പോലെയൊക്കെയാണ് ഇന്നത്തെ ലോകത്തെ മനുഷ്യന്മാരുടെ ജീവിതം. പക്ഷേ അതിൻ്റെ റിസൾട്ടാണ് കുഷ്ഠം എന്ന രോഗം അവർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ചില ആളുകൾ അവരകത്തൊന്നും പുറത്തുമൊന്നും ആയിക്കൊണ്ട് കാണാനും പറയാനൊക്കെ നല്ല ആളുകൾ, പക്ഷേ ആക്ച്വൽ അവരുള്ളിൽ മുഴുവൻ കള്ളത്തരായിരിക്കും. അങ്ങനെ സ്വന്തം മനസ്സിലുള്ള കാപട്യം നിറച്ചു വെച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ഒരു സംശയവും വിചാരിക്കേണ്ട, അധികം വൈകാതെ സ്കിന്നിൻ്റെ പ്രോബ്ലം, സോറിയാസിസ് പോലുള്ളതായിട്ടുള്ള രോഗങ്ങൾ അവരെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ജന്മത്തിലെ കർമ്മം കൊണ്ട് മാത്രമേ അങ്ങനെ വരാവുന്നില്ല, മുജ്ജന്മത്തിലെ കർമ്മം കൊണ്ട് സംഭവിച്ചതും ആവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട്, ഇപ്പോൾ സോറിയാസിസ് ആണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലെ പവിത്രതയെ, പരിശുദ്ധിയെ, സത്യതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മെഡിറ്റേഷനിൽ പ്രയോഗം ചെയ്യുകയാണെങ്കിൽ ആ രോഗത്തിൽ നമുക്ക് അതിജീവിക്കാനുള്ള ഹീലിംഗ് വളരെ ഈസി ആയിട്ട് നടക്കും. അതുപോലെ തന്നെ നമുക്ക് കുഷ്ഠം എന്ന അസുഖമാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ അസുഖത്തിനും പ്യൂരിറ്റിയുടെ റെസിസ്റ്റൻസ് പവർ കൊണ്ട് നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പവിത്രതയുടെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെയൊക്കെ മാറ്റാനാവും. അതാണ് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ട് ആദരവ് കൊടുത്തുകൊണ്ട് അതിൻ്റെ പകരം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അടിമയാക്കി വെച്ചതിൻ്റെ മന്ദുരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ അപമാനിക്കപ്പെടുന്നു വെച്ചാൽ മനസ്സിലാക്കുക, ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ഇതുപോലെ പിടിച്ചു പറിച്ചതിൻ്റെയോ സമ്പത്ത് തട്ടിയെടുത്തതിൻ്റെയോ അഥവാ പബ്ലിക്കായിട്ട് അവരുടെ വാക്ക് തെറ്റിച്ചതിൻ്റെയും അവരുടെ ജീവിതം ചതിച്ചതിൻ്റെയോ ഒക്കെ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് നമുക്ക് ക്ഷമിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്നതായിരിക്കുന്ന നമ്മൾ ഒരു നെഗറ്റീവ് അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള വിധം എന്തെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടു നോക്കണം. ആ വിധി ഉപയോഗിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഇരിക്കുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന മൂല്യത്തിന്, ഗുണത്തിന് ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങളുടെ ഹീലിംഗ് വളരെ വേഗം നടക്കും. അത് നമുക്ക് മരുന്ന് കഴിക്കുമ്പോൾ പലപ്പോഴും മരുന്ന് കഴിച്ച് രോഗം മാറാൻ നിൽക്കുന്നത് കാണാം, പക്ഷേ മരുന്ന് വളരെ വേഗം ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുകയും ആ രോഗാവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ രോഗങ്ങൾ കർമ്മക്കണക്കിൻ്റെ ഫലമായിട്ട് നമ്മുടെ അടുത്ത് വന്നു ചേരുന്നതാണ്. സന്തോഷത്തെ പ്രദാനം ചെയ്തുകൊണ്ട്, സത്കർമ്മം ചെയ്തുകൊണ്ട്, നല്ല സങ്കല്പങ്ങൾ കൊണ്ട്, ഈശ്വര സമർപ്പണം കൊണ്ട് നമുക്ക് ഈ പാപത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അഥവാ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ നെഗറ്റീവ് അക്കൗണ്ട്സ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ള വീഡിയോ കാണണം, മെഡിറ്റേഷൻ പഠിക്കണം. നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി, നമ്മളുള്ളതായിട്ടുള്ള ആ പോസിറ്റീവ് എനർജി രണ്ടുകൊണ്ടും ആരോഗ്യവും സന്തോഷവും സമ്പത്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അങ്ങനത്തെ എല്ലാം നിങ്ങളുടെ ലൈഫിലെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.